അടുത്തതായിട്ട് വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വരുന്നത്. സാധാരണ ഈ സ്പെഷ്യൽ പെർഫോമൻസിന്റെ ആ ഒരു സെഗ്മെന്റ് മിക്കപ്പോഴും 1 man ഷോസ് ആയിരിക്കും, ഒരാൾ മാത്രമാണ് വരുന്നത്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് 2 പേരാണ്, രാജേഷ് കൊല്ലം ആൻഡ് വിപിൻ മൂവാറ്റുപുഴ. ഇതിൽ ആരാണ് രാജേഷ്? ഇത് രാജേഷ് ആൻഡ് ഇത് വിപിൻ. ഓക്കെ, എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്? ഞാനിവിടെ കുറച്ച് സിനിമാ താരങ്ങളെ അനുകരിക്കുകയാണ്. ഓക്കെ, പഴയകാല സിനിമ നടന്മാരാണ്. ഓക്കെ, ആൻഡ് വിപിൻ? ഞാനും പഴയത് പുതിയതായ രണ്ടുപേരും സ്റ്റാർസ് ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ, ശരി, അപ്പൊ തുടങ്ങി. ആദ്യമായിട്ട് ജോക്കർ സിനിമയിലെ ബഹദൂർക്ക. ജോക്കർ സിനിമയിലെ ബഹദൂർക്ക. ഓക്കെ. മോനെ ബാബു, ഇക്കാൻ്റെ നമ്പർ വന്നാ മോനെ. കോമാളികൾ കരയാൻ പാടില്ല, ചിരിക്കണം. എൻ്റെ പൊന്നെ ഏമാനെ, എൻ്റെ കുഞ്ഞിനെങ്ങ് താഴമാനെ. ആ, സൂപ്പർ. വിപിൻ? ഞാൻ ചെയ്യുന്നത് സുരേഷ് കൃഷ്ണ സൗണ്ടാണ്. സുരേഷ് കൃഷ്ണയുടെ. എന്റെ ജോലി പഠിപ്പിക്കല, അതെനിക്ക് കയ്യോ കാലോ തട്ടിയൊന്നോ മുട്ടിയൊന്നൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം വെച്ച് കാണുന്നത് അവരുടെ മനസ്സിലിപ്പതായ കൊണ്ടാ. പിന്നെ ഇതിനൊക്കെ പേരും മാപ്പ് കോപ്പയ്ക്കെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് പട്ടി പോലും കയറാമെന്നുണ്ടെങ്കിൽ രമേശ് എന്റെ പട്ടി പറയും മാപ്പ്. അടിച്ചതാടാ, ആണ്ടവനോ സേജിയോ അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ഷൂസിട്ട് കാലുകൊണ്ട്. ആണ്ടവൻ നിന്റെ കോയമ്പത്തൂരിലെ മയണ്ടപ്പക്കമല്ല, ഇത് കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. അടുത്ത ഈ സുരേഷ് കൃഷ്ണ ഡയലോഗ് നമുക്ക് ശശി കല്ലിക സാർ പറഞ്ഞെങ്കിലും എന്റെ ജോലി പഠിപ്പിക്കല, അതിനിടയ്ക്ക് കയ്യോ കാലോ തട്ടിയൊന്നോ മുട്ടിയൊന്നൊക്കെ ഇരിക്കും. ഇതിനെയൊക്കെ മറ്റേ അർത്ഥം വെച്ച് കാണുന്നത് അവളുടെ മനസ്സിലിരിപ്പതായത് കൊണ്ടാ. പിന്നെ ഇതിന്റെയൊക്കെ പേരിൽ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പള്ളിക്കൂടത്തിന് പടി പോലും കയറാത്തവന്മാർ വന്നിട്ടുണ്ടെങ്കിലേ രമേശന്റെ പട്ടി പറയും മാപ്പ്. അടിപൊളി. അടുത്ത വെള്ളാപ്പള്ളി ഗണേശൻ സാറ്. 6 നമ്പർ ഡയലോഗ് പറയാണ്. 6 നമ്പർ ഡയലോഗ് പറയാം. ഓക്കെ. സംഗീതം പഠിക്കണമെന്ന് ആശയോടെ ചെന്ന് വേണ്ടത് ഒരു സിംഗത്തിന്റെ മടയിൽ ഉസ്താദ് ബാദഷ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാം. ഊര് തെണ്ടിയുടെ ഓട്ടക്കാരന് എന്തോ ദശന. അവസാനം ഗുരുവിന്റെ വായി ഒരു പിടി മഞ്ഞ മണ്ണ് വാരിയിട്ടിട്ട് സബറോക്കി സിന്ദർക്കി. സൂപ്പർ രാജേഷ്, വെരി ഗുഡ്. അടുത്ത വിനായകൻ സാറിന്റെ ഒരു ലൈവ് വോയിസ്, അദ്ദേഹത്തിന് ഇന്റർവ്യൂ വോയിസ് ആണ് ചെയ്തത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചാണ് എനിക്ക് അവാർഡ് ഇട്ടാൽ അറിയുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പത്രക്കാരും ആൾക്കാരുടെ വീട്ടിൽ കൂട്ടിയേക്കാണ്. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിക്കണമെന്ന്. ഞാൻ എൻ്റെ അമ്മ എന്തിനും കെട്ടിപ്പിടിക്കണം, എനിക്ക് നമ്മുടെ സ്നേഹിക്കണം, അത് മറ്റുള്ളവർ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ജിലേബി കൊടുക്കണമെന്ന്. എൻ്റെ അമ്മയ്ക്ക് ഷുഗറുള്ളതാണ്, നമുക്ക് ഷുഗറിലാണ്. ഷുഗറിൽ നമുക്ക് ജിലേബി കൊടുത്തിട്ട് തലറിങ്ങുണ്ടായി പിന്നെ ഞാനെടുത്ത് തന്നെ കൊണ്ടുവരും. അതിൻ്റെ ആവശ്യമില്ല. ഞാനത് അവർക്ക് പത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് വേണമെങ്കിൽ അത് അവരോട് ചോദിച്ചാൽ മതി. അല്ലാണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഇതാ ഇങ്ങനെ ഇന്ന് കാണിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തൊന്നും. വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യൻറ്റ്. ശ്വാസകോശം ഗോപൻ സാർ. ശ്വാസകോശം ഗോപൻ സാർ. പരസ്യം പറയാം. ഓക്കെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ ലോകത്തിന് എന്ത് പറ്റി? ഒരിടത്ത് ചാരം, ഒരിടത്ത് പൊക്ക. നിങ്ങൾ ആര് എന്താണ് കൈയടിക്കാതെ നോക്കിയിരിക്കുന്നത്? കൈ അടിച്ചാലും. ഓക്കെ രാജേഷ്, ഗുഡ് ജോബ്. എന്റെ സ്റ്റാർസും കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞോ? ഓക്കെ. പക്ഷെ ചെയ്തതെല്ലാം അസലായിരുന്നു, ബ്രില്യൻ്റ് ആയിരുന്നു. എന്ത് പറയുന്നു നമ്മുടെ യുവ കലാകാരന്മാരുടെ പെർഫോമൻസിനെ കുറിച്ച്? മറ്റു 2 യുവ കലാകാരന്മാർ എന്ത് പറയുന്നു? അല്ല, നിങ്ങൾക്ക് കോംപ്ലക്സ് അടിക്കാൻ പാടില്ലല്ലോ. ഒരു വലിയ മഴ പെയ്ത് ഇറങ്ങിയ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വലിയൊരു സ്കിറ്റ് അടിപൊളിയായിട്ട് കളിച്ച് ഇറങ്ങിയ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതേ മനസ്സോടെയാണ് ആളുകൾ ഇരുന്നത്. ഇതെന്താകും എന്നറിയില്ല എന്നുള്ളൊരവസ്ഥയിൽ. പക്ഷേ ഒട്ടും പ്രതീക്ഷ കളയാതെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. പറഞ്ഞതെല്ലാം നല്ലതായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പച്ചമണ്ണിന് പകരം മഞ്ഞ മണ്ണ് എല്ലാം നല്ല സുന്ദരമായിട്ട് നല്ല, അത് ഇയാൾ പ്രത്യേകിച്ച് നല്ല ശബ്ദമായിരുന്നു. മോനും നന്നായിരുന്നു. രണ്ടുപേർക്കും ഈ പറയുന്ന പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.